ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പുറപ്പാട് പുസ്തകം 23 അധ്യായം 25 തിരുവചനം. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം. അപ്പോൾ നിങ്ങളുടെ ഇടയിൽ നിന്ന് ഞാൻ രോഗങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യും. ഗർഭഛിദ്രമോ വന്ധ്യതയോ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവുകയില്ല. നിങ്ങൾ ദീർഘായുസ്സുള്ളവരായിരിക്കും. ദൈവത്തെ ആരാധിക്കുന്നവർക്ക് ദൈവം നൽകുന്ന വാഗ്ദാനമാണിതെല്ലാം. നിങ്ങളുടെ നാട്ടിൽ ഗർഭഛിദ്രം ഉണ്ടാവില്ലെന്നേ. രോഗങ്ങളെല്ലാം ദൈവം സൗഖ്യമാക്കും. ആരാധിക്കുന്നവരുടെ രോഗങ്ങൾക്ക് സൗഖ്യമുണ്ടാവും. ഗർഭഛിദ്രമോ വന്ധ്യതയുണ്ടാവില്ല. സന്താന സൗഭാഗ്യമുണ്ടാവും. മക്കൾക്ക് ഐശ്വര്യമുണ്ടാവും. കുടുംബത്തിൽ സമാധാനമുണ്ടാവും. സർവ്വ ഐശ്വര്യങ്ങളും കുടുംബത്തിലേക്ക് കൊണ്ടുവരാൻ പിതാവായ ദൈവം കൽപ്പിച്ചു നൽകിയിരിക്കുന്ന ഏക മാർഗമാണ് ദൈവാരാധന. നമ്മൾ ആരാധിക്കുന്നത് കൊണ്ട് ദൈവത്തിന്റെ മഹത്വം അല്പം പോലും വർദ്ധിക്കുന്നില്ല. നമ്മൾ ആരാധിക്കാത്തത് കൊണ്ട് ദൈവത്തിന്റെ മഹത്വം അല്പം പോലും കുറയുന്നുമില്ല. അല്പമെങ്കിലും വർദ്ധിപ്പിക്കാനോ അല്പമെങ്കിലും കുറയ്ക്കാനോ സാധിക്കാത്തവണ്ണം മഹത്വത്തിന്റെ പാരമ്യത്തിലാണ് ദൈവം. നമ്മുടെ ആരാധന കൊണ്ട് മഹത്വം വർദ്ധിപ്പിക്കുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നില്ല. പിന്നെ ആരാധിച്ചാൽ നമുക്ക് അനുഗ്രഹം ലഭിക്കും. ഗർഭഛിദ്രവും വന്ധ്യതയും രോഗങ്ങളും ദുരിതങ്ങളും കഷ്ടതകളും വേദനകളുമെല്ലാം ദൈവം ഏറ്റെടുക്കുന്ന ആ സമയമാണ് ആരാധനയുടെ സമയം. നമ്മൾ സ്വർഗത്തിൽ നിന്ന് വന്നവരാണ്. സ്വർഗത്തിലേക്കുള്ള മടക്കയാത്രയിലാണ് നമ്മൾ. ഇതിനിടയ്ക്ക് കിട്ടുന്നൊരു ഹ്രസ്വമായ സമയമാണ് ജീവിതം. ഈ ജീവിതത്തിൽ നമുക്ക് ദൈവത്തെ ആരാധിക്കാം. നിത്യജീവൻ, നിത്യശാന്തി, നിത്യസമാധാനം, നിത്യസ്വർഗം നമുക്ക് സ്വന്തമാക്കാം. ആമേൻ.